അപ്പോൾ എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോയിലേക്ക്. ഇവിടേക്ക് ആനയൊക്കെ ലിപ്സ്റ്റിക് ഇട്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ട് വയ്യാണ്ടായി ചീരടിക്കുന്ന വെയിലാണ് എല്ലാം കഴിഞ്ഞു. വേറെ എവിടെയല്ല അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു. ആക്ച്വലി ഇത് ഇൻട്രോ എടുക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ടാണ്. കാരണം ഫസ്റ്റത്തെ ഇൻട്രോ പാളിപ്പോയി. ഞങ്ങൾ ബസ്സിൽ വരുമ്പോഴായിരുന്നു ഇൻട്രോ എടുത്തത്. ഫുൾ സൗണ്ടൊക്കെ കാരണം അത് പാളി. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു വാട്ടർഫാൾസ് കാണാൻ പോവാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാവരും കേരളത്തിലുള്ള മിക്കവാറും ആൾക്കാർ പോയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. വേറെ എവിടെയല്ല, നമ്മുടെ തൃശ്ശൂർ തന്നെ അതിരപ്പള്ളി വാട്ടർഫാൾസാണ്. വലിയ ചിലവൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ ദിവസം കൊണ്ട് പോയി വരാം. വളരെ ചിലവ് ചുരുക്കി ഈസി ആയിട്ട് പോയിട്ട് വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ പോകാത്തവരൊക്കെ മാക്സിമം വരിക. മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ്. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും വരിക. ഞാൻ ഇതിൻ്റെ ചിലവ് അല്ലത് ടിക്കറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് വീഡിയോ കാണുക. നല്ല ഭംഗിയുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ആനയൊക്കെ വരുന്ന ബോർഡുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ആനയെ കാണാൻ പറ്റി. അപ്പോൾ ഗൈസ് നമ്മൾ അതിരപ്പള്ളി എത്തി. ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് ഒരാൾക്ക് 50 രൂപയാണ്. പക്ഷേ നമുക്ക് ജി എസ് ടി എക്സ്ട്രാ വരുന്നതുകൊണ്ട് 60 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ വന്ന ബസ് ഇപ്പോൾ നമ്മളിപ്പോൾ പ്രൈവറ്റ് ബസ്സിനാണ് വന്നത്. അപ്പോൾ ആ ബസ് ഇവിടെ തന്നെ ഉണ്ട്. എനിക്കൊന്ന് അരമണിക്കൂർ ഇടവിട്ട് ബസ്സുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ മേ ബി ആ ബസ്സായിരിക്കും ഇനി അരമണിക്കൂർ കഴിയുമ്പോൾ പോവുക. അതുകൊണ്ട് നിങ്ങൾക്ക് വരാനെല്ലാം ഈസിയാണ്. പ്രൈവറ്റ് ബസ്സിന് വരിക, അതായത് ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ KSRTC ബസ്സും ഉണ്ട്. പക്ഷേ പ്രൈവറ്റ് ബസ്സായിരിക്കും കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഇതുവഴി വരുന്നത്. അപ്പോൾ ആ ബസ്സിന് വരിക. ഒരു മണിക്കൂറിനുള്ളിൽ നമ്മളിവിടെ എത്തും. 40 രൂപ ബസ് ടിക്കറ്റ്. 40 രൂപയാണ് ഒരാൾക്ക്. അങ്ങനെ നമ്മളിവിടെ അതിരപ്പള്ളി എത്തി. ഇന്ന് നമുക്കെല്ലാം ഒന്ന് കണ്ടു നോക്കാം. കുറച്ചധികം നടക്കാനുണ്ടെന്ന് തോന്നുന്നു. നല്ല വെയിലുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാം. എൻ്റെ ഒരു നിഗമനം വെച്ചത് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടാണ്. അവിടെ ചെന്ന് നോക്കിയിട്ട് നമുക്കറിയാം. പക്ഷേ ഇവിടെ നീറ്റാണ് കേട്ടോ. നല്ല ക്ലീനാക്കി നമുക്ക് സ്ഥലത്തൊക്കെ വേസ്റ്റ് ബിന്നൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നീറ്റായിട്ട് തന്നെയായിരിക്കും. വേസ്റ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ അങ്ങനെയൊന്നുമില്ല. എല്ലാം സൂക്ഷിച്ച് നല്ല നീറ്റാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം വരും. ഞാൻ വിചാരിച്ചു ഇവിടെ വെള്ളമൊന്നും ഉണ്ട്. കാരണം നല്ല വെയിലാണ്, ചീരടിക്കുന്ന വെയിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ളമേ ഉണ്ടാവില്ല എന്ന്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ കുടിലല്ല, ഈ ഒരു ഷെഡ് എനിക്കൊന്നും ഫോറസ്റ്റുകാർ ഗാർഡോ അങ്ങനെ എന്തോ സംഭവത്തിന് വേണ്ടി കേട്ടോ. ഇത് പ്രളയത്തിൻ്റെ ടൈമിലൊന്നും പോയിട്ടില്ലെന്നാണ് പറയുന്നത്. കാരണം ഇവിടെ നല്ല വെള്ളമായിരുന്നു ആ ഒരു ടൈമിലൊക്കെ. ആ ടൈമിലൊന്നും ഇവിടുന്ന് ഇത് ഒന്നും പറ്റിയിട്ടില്ലെന്നാണ് പറഞ്ഞ് കേൾവി. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയാം. നമുക്ക് അവിടെയാണ് നമ്മുടെ വെള്ളച്ചാട്ടം വരുന്നത്. അതാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മേൽഭാഗത്താണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇനി നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ താഴെ പോകണം. നമ്മളിപ്പം വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വശം കാണാം. താഴ്വശം നമ്മളിപ്പോൾ മേലെയല്ലേ നിന്ന്, മേലേനേക്കാളും താഴെയാണ് കൂടുതൽ വ്യൂ. അടിപൊളി. അപ്പോൾ നമുക്ക് അത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോകാം. അപ്പോൾ പോകുന്ന ഇതൊക്കെയാണ് നമ്മളിങ്ങനെ പോകണം. ഇവിടെ നമുക്കുള്ളത്, അതായത് നമുക്കിവിടെ ഇത്രയും വലുതായിട്ടൊരു വേസ്റ്റ് ബിൻ ഉണ്ടായിട്ടും അവിടെ ഫുൾ പ്ലാസ്റ്റിക് ബോട്ടിൽ. അകത്തിട്ട് എന്താ പ്രശ്നം? നടന്നിട്ടേ വയ്യാണ്ടായി. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഇത്ര ചൂട് ടൈമാണ്. നല്ല ചൂട് കാരണം എൻ്റെ കാലൊക്കെ പൊള്ളു ഉണർന്നിട്ടും ഇത്രയും നല്ലൊരു വ്യൂ. അത് അടിപൊളി. ഓ സൂപ്പർ. എനിക്കൊന്നും പറയാൻ വാക്കുകളില്ല ഗയ്സ്.
ഗൈസ് ഈ വെള്ളച്ചാട്ടം, ഈ ചെറിയ വെള്ളച്ചാട്ടം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ മറ്റേ ബാഹുബലിയിലെ ശിവലിംഗം കൊണ്ട് വെക്കൂലേ വെള്ളത്തിനടിയിൽ, ആ വെള്ളച്ചാട്ടമാണോ ഈ വെള്ളച്ചാട്ടം എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ്. ഇതോടെ വെള്ളച്ചാട്ടത്തിൻ്റെ എല്ലാം കഴിയും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ ഈസിയാണ്. ചാലക്കുടി വരിക, അവിടുന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് KSRTC എവിടെ നിന്നാണെങ്കിലും 40 രൂപ ഉള്ളൂ ടിക്കറ്റ്. വരിക, ഇവിടെ വരിക. ഇവിടുന്ന് എന്തായാലും തിരിച്ച് ബസ്സൊന്നും ട്രാവലിനൊന്നും ബുദ്ധിമുട്ടില്ല. നല്ല വ്യൂ ആണ്. എന്തായാലും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം വരിക. അപ്പോൾ ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.